ഹായ്, ഞാൻ രാഘവ് മാഷെ. സിവിൽ സർവീസ് ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന പരിപാടിയാണ്. ഇന്ന് പരിചയപ്പെടുത്തുന്നത് 2020 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: S1 രണ്ട് സ്റ്റേറ്റ്മെന്റ് ടു സ്റ്റേറ്റ്മെന്റ് S1 and S2 ആർ ഗിവൺ ബിലോ ഫോളോഡ് ബൈ എ ക്വസ്റ്റ്യൻ. S1 n is a prime number, S2 n leaves a remainder of 1 when divided by 4. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുകയാണ്: ഇഫ് n is a unique natural number between 10 and 20, then what is n? എന്നിട്ട് വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് കറക്റ്റ് എന്നിട്ട് അത് ആ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് പറയുന്നത്. S1 alone sufficient to answer the question, S2 alone sufficient, അതുമാതിരി S1 and S2 sufficient ആണ്, S1 S2 sufficient അല്ല എന്ന് പറയുന്ന രീതിയിൽ 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. നമുക്ക് ചോദ്യം കാണുമ്പോൾ കുറച്ച് വലുതായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ശരിക്കും ആലോചിച്ചാൽ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എന്താ പറഞ്ഞത്? n ഈസ് എ പ്രൈം സ്റ്റേറ്റ്മെന്റ്. എന്താ നോക്കിയ ഒന്നാമത്തത് S1 n ഈസ് എ പ്രൈം നമ്പർ. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അറിയാലോ ഏതൊക്കെയാണ്: 2, 3, 5, 7, 11, 13, അതേപോലെ 17, 19. അപ്പൊ ബിറ്റ്വീൻ 10 and 20 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ 19 വരെ എഴുതിയത്. അതിൽ നമ്മൾക്ക് വേണ്ടുന്നത് ആരാ മാത്ര? ബിറ്റ്വീൻ 10 and 20 നമുക്ക് വേണ്ടു. അപ്പൊ ഇതിനെ നമുക്ക് വേണ്ട. അപ്പൊ 11, 13, 17, 19 വരെയുള്ളതേ വേണ്ടു. അത് ഏത് കണ്ടീഷൻ വെച്ചിട്ട്? നമ്മളോട് പറഞ്ഞ ക്വസ്റ്റ്യൻ ബിറ്റ്വീൻ 10 and 20 ആണ്. അപ്പൊ 10 and 20 ഇടയിലുള്ള 11, 13, 17, 19 ആണ് കിട്ടുക. ഓക്കെ, ഇനി നോക്കാം. n ഈസ് എ പ്രൈം നമ്പർ. അപ്പൊ n ഈസ് എ പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ 10 and 20 ആണ് വരുന്നതെങ്കിൽ അതിന്റെ ആൻസർ എന്തൊക്കെ വരാം? 11, 13, 17, 19. അപ്പൊ യുണീക്ക് അല്ല ആൻസർ. 4 എണ്ണം അവിടെ വരിക. യുണീക്ക് പറഞ്ഞാൽ അത് മാത്രം വരുന്ന രീതിയിൽ. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് വരും, 4 എണ്ണം വരും. അപ്പോ n ഈസ് എ പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ ഇത് ഒന്നാമത്തത് സഫീഷ്യന്റ് അല്ല. എന്താണ്? n ഈസ് എ യുണീക്ക് നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 10 and 20. ഒരു യുണീക്ക് ആയിട്ടുള്ള ആൻസർ കിട്ടണം, കൃത്യമായിട്ട് ഇന്നത് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് വരണം. അപ്പോൾ എന്താണ് വരിക? n ഈസ് എ പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ ഇതാണ് വരിക. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുക: n ഡിവൈഡഡ് ബൈ 4 റിമൈൻസ് 1. n-നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരണം, റിമൈൻഡർ വരണം. n ഡിവൈഡഡ് ബൈ 4, അതായത് n ലീവ്സ് റിമൈൻഡർ ഓഫ് 1 when divided by 4. അതിന്റെ മറ്റൊരു ഭാഷയാണ് n is divided by 4 leaves the remainder 1 ആയിരിക്കണം. അപ്പോ n-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്നത്. നോക്ക്, ഈ 11-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 ആണ് വരിക. റിമൈൻഡർ കിട്ടുക 3 ആണ്. അപ്പൊ ഇതല്ല. n-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരും. കറക്റ്റ് അല്ലേ? 13. അപ്പൊ ഇത് കറക്റ്റ് ആണ്. 17 n-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4, 4, 16 ആണ്. അപ്പൊ റിമൈൻഡർ 1 വരും. ഇതും കറക്റ്റ് ആണ്. ഇവിടെയും റിമൈൻഡർ 1 വരും, ഇവിടെയും റിമൈൻഡർ 1 വരും. 19 n ഡിവൈഡഡ് ബൈ 4, അപ്പൊ റിമൈൻഡർ 3 വരും, റിമൈൻഡർ 3 വരും. അപ്പൊ ഇതല്ല. അപ്പൊ എന്താണ് വരിക? 13ഉം 17ഉം ആണ് നമുക്ക് ഇവിടെ ഇത് വരിക. ഈ പറഞ്ഞ കണ്ടീഷനിൽ വരിക 13ഉം 17ഉം. അതിൽ യുണീക്ക് ഇന്നത് എന്ന് വ്യക്തമായിട്ട് നമുക്ക് ആൻസർ ഇവിടെ കിട്ടില്ല. എന്താണ് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ നോക്കിയില്ലേ നിങ്ങൾ? അപ്പൊ അവിടെ തന്നിരിക്കുന്നത് എന്താ? ഈ n ഈസ് എ യുണീക്ക് നാച്ചുറൽ നമ്പർ. n എന്ന് പറയുന്നത് ഒരേ ഒരു നമ്പർ ആവുന്ന രീതിയിൽ വരുന്ന രീതിയിലേക്ക് നമുക്ക് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ വെച്ചിട്ട് 13ഉം 17ഉം ആണ് കിട്ടുന്നത്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഓപ്ഷൻ നോക്കാം. S1 alone sufficient to answer the question. ഈ ക്വസ്റ്റ്യന് എന്താണ് ക്വസ്റ്റ്യൻ? ഇഫ് n is a unique natural number between 10 and 20, then what is n എന്ന് പറയുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടാൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം മതിയാവോ? n is a പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ശരിയാവോ? പറ്റില്ലല്ലോ. n is a പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ 10 and 20 എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും, 2 എണ്ണം വരും. അപ്പൊ അത് യുണീക്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ n ഡിവൈഡഡ് ബൈ 4 ലീവ്സ് ദ റിമൈൻഡർ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 13-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്നു. അപ്പൊ എത്ര എണ്ണം വരുന്നുണ്ട് ഇവിടെ? 2 എണ്ണം വരുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? S2 alone is sufficient to answer the question. S2 മാത്രം നോക്കിയാൽ കൃത്യമായിട്ടുള്ള ആൻസർ നമുക്ക് പറയാൻ പറ്റുമോ? ഇന്നതാണ് എന്ന് കൃത്യം പറയാൻ പറ്റുമോ? n എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, n ഈസ് എന്നാ പറഞ്ഞത്. അപ്പൊ അത് കഴിയില്ല. മൂന്നാമത്തത് എന്താണ്? S1 and S2 are sufficient to answer the question, but neither S1 alone nor S2
എ ലോൺ ഈസ് സഫിഷ്യന്റ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. S1ഉം S2ഉം സഫിഷ്യന്റ്, ഓരോന്നോരോന്നായിട്ട് എടുക്കുമ്പോൾ സഫിഷ്യന്റ് അല്ല. അതിപ്പോ നമ്മൾ കണ്ടു, ഓരോന്നായിട്ട് എടുക്കുമ്പോൾ സഫിഷ്യന്റ് അല്ല. പക്ഷെ S1ഉം S2 ഒന്നിച്ചെടുത്താൽ ശരിയാവുന്നു. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചാല് 10നും 20നും ഇടയിലുള്ള ബിറ്റ്വീൻ 10 and 20 വരുന്ന യുണീക്ക് നമ്പർ ആയിട്ടുള്ള n കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ് പറയുന്നത്. കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. രണ്ടും എടുത്തു കഴിഞ്ഞാലും എന്ത് വരും? ഈ രണ്ട് കണ്ടീഷൻ എടുത്താലും എന്ത് വരും? രണ്ട് നമ്പർ വരും. അപ്പൊ നാലാമത്തെ ഓപ്ഷൻ എന്താ? S1 and S2 ടുഗദർ ആർ നോട്ട് സഫിഷ്യന്റ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. ഈ രണ്ട് ഓപ്ഷൻ മാത്രം വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഒരു യുണീക്ക് നമ്പർ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയില്ല എന്നതാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ വരിക. ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. കഴിയില്ലെങ്കിൽ ഒന്നും കൂടെ വീഡിയോ പ്ലേ ചെയ്യുക. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാവും. അത് കമന്റിൽ ബന്ധപ്പെടുക മനസ്സിലാവുന്നില്ലെങ്കിൽ കേട്ടോ. ഓക്കെ, നമുക്ക് പുതിയ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ബൈ. ഇപ്പൊ സമയത്ത് എന്തൊക്കെ ഇട്ടല്ലേ 5:48 അല്ലേ?